ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഭഗവാൻ നേരിട്ട് പരിശീലനം കൊടുത്തിട്ടുള്ള ഭഗവാന്റെ സേനയാണ് നാരായണീ സേന. യാദവസേന എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ, ബലരാമസ്വാമി, സാമ്പൻ തുടങ്ങിയവരെല്ലാം ഈ സേനയിലെ അംഗങ്ങളായിരുന്നു. ഈ സേനയിലെ ഓരോ മഹാരഥന്മാരെയും നാരായണൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നുകിൽ യുദ്ധത്തിൽ ജയിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിക്കുക. ഇതായിരുന്നു ഇവരുടെ സത്യപ്രതിജ്ഞ. മഹാഭാരത യുദ്ധസമയത്ത് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഭഗവാനെ അർജുനൻ സ്വീകരിച്ചപ്പോൾ നാരായണീ സേനയ്ക്ക് അധർമ്മത്തിൻ്റെ, അതായത് ദുര്യോധനൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടതായി വന്നു. ഭീമസേനൻ്റെ പുത്രനായ ഘടോൽകചനെയും അദ്ദേഹത്തിൻ്റെ രാക്ഷസപ്പടയെയും ചെറുത്തു നിൽക്കാൻ ദുര്യോധനൻ നാരായണീ സേനയാണ് ഉപയോഗിച്ചത്. മാത്രമല്ല, 13-ാം ദിവസം അഭിമന്യു ചക്രവ്യൂഹത്തിലകപ്പെട്ടപ്പോൾ അർജുനനെ തടഞ്ഞു നിർത്തിയതും ഈ നാരായണീ സേന തന്നെയായിരുന്നു. ഈ നാരായണീ സേനയിലെ മറ്റൊരു അംഗമായിരുന്നു സാത്യകി. ശ്രീകൃഷ്ണ ഭഗവാന്റെയും അർജുനൻ്റെയും ശിഷ്യനായിരുന്ന സാത്യകിയും പാണ്ഡവപക്ഷത്ത് തന്നെ ആയിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിക്ഷണം നേരിട്ട് ലഭിച്ചിട്ടും ആ മഹാസൈന്യം അധർമ്മത്തിൻ്റെ പക്ഷത്തായതിനാൽ ഒടുവിൽ നാശം സംഭവിക്കുകയായിരുന്നു. യഥോ ധർമ്മ തഥോ ജയ. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.